ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദിയൂസ് ഹാപ്പി വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് കൊറോണയ്ക്ക് ശേഷമൊക്കെ പലർക്കും നന്നായിട്ട് തന്നെ മുടി കൊഴിച്ചിൽ ഉണ്ടാവാറുണ്ട്. ഇപ്പൊ കൊറോണ അല്ലാതെയും ചിലർക്ക് മുടി കൊഴിച്ചിലൊക്കെ വരാറുണ്ട്, എന്ത് ചെയ്തിട്ടും മാറാത്ത മുടി കൊഴിച്ചിൽ. അപ്പൊ നമ്മൾ കുറെ ഹെയർ പാക്ക് ഒക്കെ ഇങ്ങനെ വെറുതെ അപ്ലൈ ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല. നമ്മൾ ഉള്ളിലേക്ക് കഴിക്കുന്ന ഭക്ഷണത്തിലും കൂടെ കുറച്ച് കാര്യങ്ങളും കൂടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു മുടി കൊഴിച്ചിലൊക്കെ പെട്ടെന്ന് മാറ്റം വരുത്താൻ പറ്റുന്നതാണ്. പുതിയ മുടിയൊക്കെ ഉണ്ടായി വരാനൊക്കെ ഇത് സഹായിക്കും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പൊ ഇത് നിങ്ങൾക്ക് കൂടുതൽ എഫക്റ്റീവ് ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ ലേറ്റ് ആക്കാതെ വേഗം വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അതിനു മുമ്പായിട്ട് എന്റെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പൊ ഇന്നത്തെ വീഡിയോയില് ഞാൻ ദിവസവും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട 3 കാര്യങ്ങളെ കുറിച്ചാണ് കേട്ടോ പറയുന്നത്. ഈ 3 കാര്യങ്ങളും എല്ലാ ദിവസവും നിങ്ങൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ മുടി കൊഴിച്ചിലിന്റെ കാര്യത്തിലാണെങ്കിലും മൊത്തത്തിലുള്ള ആരോഗ്യത്തിനാണെങ്കിലും വളരെ നല്ലതാണ്. മുടി കൊഴിച്ചിലൊക്കെ കുറഞ്ഞ് നല്ല ആരോഗ്യം വരാനൊക്കെ സഹായിക്കുന്നതാണ്. നമുക്ക് കോവിഡ് കഴിഞ്ഞ ഉടനെ മുടി കൊഴിച്ചിലൊക്കെ ഉണ്ടാകുന്ന മെയിനായിട്ട് നമ്മുടെ പ്രതിരോധ ശേഷി നഷ്ടപ്പെടുന്നതുകൊണ്ടാണ്. നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പോഷകങ്ങളൊക്കെ നഷ്ടപ്പെട്ട് നമ്മുടെ മുടി വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള പോഷകങ്ങൾ ഇല്ലാതെ വരുമ്പോഴൊക്കെയാണ് ഇങ്ങനെ കൂടുതലായിട്ടുണ്ടാവുന്നത്. അപ്പൊ ഈ ഭക്ഷണങ്ങൾ കഴിച്ചാൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പോഷകങ്ങളൊക്കെ കിട്ടുന്നതാണ്. അപ്പൊ ആദ്യത്തെ കാര്യമാണ് കറിവേപ്പില. നമ്മൾ പൊതുവെ എല്ലാവരും കറിയിലും ഉപ്പേരിയിലും അങ്ങനെ എല്ലാത്തിലും ഇടുന്നതാണെങ്കിലും ആരും കഴിക്കാത്തതാണ് കറിവേപ്പില. അപ്പൊ ദിവസവും ഭക്ഷണത്തിൽ കറിവേപ്പില ഉൾപ്പെടുത്തിയാൽ മാത്രം പോരാ, അത് ചവച്ചരച്ച് കഴിക്കാനും കൂടെ നോക്കുക. ഇനി അത് പച്ചക്ക് കഴിക്കാൻ പറ്റുന്നവരോ അല്ലെങ്കിൽ ജ്യൂസ് അടിച്ചിട്ട് കഴിക്കാൻ പറ്റുന്നവരോ ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പൊ എല്ലാ ദിവസവും ഭക്ഷണത്തിൽ കറിവേപ്പില ഉൾപ്പെടുത്തുന്നത് മുടി കൊഴിച്ചിൽ കുറയ്ക്കാനും പുതിയ മുടി വളരാനും മുടിക്ക് നല്ല കറുപ്പ് കളർ കിട്ടാനും ഒക്കെ സഹായിക്കുന്നതാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് നെല്ലിക്കയാണ്. നെല്ലിക്ക നിങ്ങൾക്ക് ഞാൻ പറയാതെ തന്നെ അറിയാം, നമ്മുടെ മുടിക്കും നമ്മുടെ സ്കിന്നിനും ഒക്കെ ഒരുപാട് നല്ലതാണ്. അകാല നര തടയാനൊക്കെ സഹായിക്കുന്നതാണ് നെല്ലിക്ക. നെല്ലിക്കയിൽ ഒരുപാട് പോഷകങ്ങളും വൈറ്റമിൻ സി ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് മുടി വളർച്ചയ്ക്ക് ഒരുപാട് സഹായിക്കും. മുടി കൊഴിച്ചിൽ കുറയ്ക്കാനും പുതിയ മുടി വളരാനും ഒക്കെ സഹായിക്കുന്നതാണ്. ഇനി അടുത്തതായിട്ടുള്ളതാണ് ഉണക്കമുന്തിരി. ഉണക്കമുന്തിരിയും ഈ പറഞ്ഞ പോലെ ഒരുപാട് പോഷകങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ്. വെറും വയറ്റിൽ ഉണക്കമുന്തിരി കുതിർത്ത വെള്ളം കുടിക്കുന്നതും ആ ഒരു ഉണക്കമുന്തിരി കഴിക്കുന്നതും ഒക്കെ ഒരുപാട് നമ്മുടെ ശരീരത്തിന് നല്ലതാണ്. അപ്പൊ എല്ലാ ദിവസവും നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉണക്കമുന്തിരിയും കൂടെ ഉൾപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ അതും മുടി വളർച്ച കൂട്ടാൻ ഒരുപാട് സഹായിക്കും, മുടി കൊഴിച്ചിൽ കുറയ്ക്കും. അപ്പൊ ഈ 3 കാര്യങ്ങളും നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയിട്ട് ദിവസം ഇത് കഴിച്ചാൽ തന്നെ നിങ്ങളുടെ മുടി കൊഴിച്ചിലൊക്കെ നല്ല മാറ്റം ഉണ്ടാവും. മുടിയൊക്കെ നന്നായിട്ട് വളരുന്നതാണ്. മൊത്തത്തിൽ നമ്മുടെ ശരീരത്തിന് നല്ലൊരു ആരോഗ്യം വരുന്നതാണ്. പിന്നെ നമ്മുടെ സ്കിന്നും നന്നായിട്ട് ഇരിക്കുന്നതാണ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്